ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ 4 പേരും കൂടി കാസർഗോഡ് തൃക്കരിപ്പൂറുള്ള വീലാൻഡ് വാട്ടർ തീം പാർക്കിൽ പോയിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു അന്ന്. ഫണ്ണായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. വൈകിട്ട് 4 മണിയായപ്പോഴാണ് പാർക്കിലെത്തിയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പുറത്ത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാനും അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴേ ഞങ്ങളെ ഒരു നിഗൂഢ ലോകമായിരുന്നു സ്വാഗതം ചെയ്തത്. കാടിൻ്റെ ഇരുട്ടും മൂങ്ങയുടെയും അതുപോലെ മൃഗങ്ങളുടെയൊക്കെ ചെറിയ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ത്രില്ലിങ് ഫീലായിരുന്നു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വീലാൻഡിൻ്റെ ഒരു ബാൻഡ് കെട്ടിത്തന്നു. അകത്തേക്ക് നടക്കുമ്പോൾ നമ്മൾ ഈ ഗുഹയ്ക്കകത്തൂടെയൊക്കെ പോകത്തില്ലേ, ആ ഒരു ഫീലായിരുന്നു. ചെറിയ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പം ഇത് ഇത്രയ്ക്ക് വലിയൊരു പാർക്കാണെന്നൊന്നും തോന്നത്തേയില്ല. അകത്ത് കയറി കണ്ടപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ലായിരുന്നു. പിന്നെ ആദ്യം ഞങ്ങൾ പാർക്ക് ഫുള്ള് നടന്നൊന്ന് കണ്ടു. എൻട്രി ഫീസ് ഒരാൾക്ക് 500 രൂപയാണ്, ചെറിയ മോൾക്ക് 300 രൂപയാണ് ആയത്. ഈ പാർക്കിൻ്റെ ഒരു സൈഡിൽ കായല, അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടുത്തെ പാട്ടും കേട്ട് കാറ്റും കൊണ്ട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അതിന് പ്രത്യേകം ചാർജാണ്. ഞങ്ങളെടുത്ത 500 രൂപയിൽ ഈ ബോട്ടിംഗ് ഉൾപ്പെടുന്നില്ല. ആദ്യം തന്നെ വെള്ളത്തിലിറങ്ങാം, പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് രാത്രിയായാലും മറ്റുള്ള റൈഡിലൊക്കെ കയറാമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വാട്ടർ റൈഡ്സ് എൻജോയ് ചെയ്യാനായിട്ട് പോയി. ഞങ്ങൾ ഇൻറ്റൻഷനലി ഇങ്ങനൊരു ചെറിയ കുട്ടികളുടെ പാർക്കിലേക്ക് വന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും സ്ഥലങ്ങളൊക്കെ കാണാനും അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് മക്കൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെയുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് എപ്പോഴും അവരുടെ ഒരു പരാതിയായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂർ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളികളിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. ആ നിലയ്ക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണെന്ന് പറയാം. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ റെയിൻ ഡാൻസ് നടക്കുമായിരുന്നു. വാട്ടർ റൈഡ്സിൽ ഓരോന്നിലും ഓരോ സമയത്താണ് വെള്ളം തുറന്നു വിടുന്നത് കേട്ടോ. റെയിൻ ഡാൻസ് കഴിഞ്ഞാൽ സ്ലൈഡിൽ വെള്ളം തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേവിൻ്റെ അടുത്ത് ഓപ്പൺ ആക്കും. ഞങ്ങൾ വന്നപ്പോൾ സ്ലൈഡിൽ വെള്ളം തുറന്നിട്ടില്ലാത്തതുകൊണ്ട് അവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ മക്കൾ ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് വെള്ളം ഇല്ലാത്ത സമയത്ത് തന്നെ അവരവിടെ കുറേ നേരം കളിച്ചു. പിന്നെയാണ് അവിടെ വെള്ളം തുറന്നത്. വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറയണ്ട, അങ്ങോട്ട് തകർപ്പായിരുന്നു. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ. വേവിൻ്റെ അടുത്ത് അതിൻ്റെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പം ചെന്നാൽ മതി. അങ്ങനെ സ്ലൈഡിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേവിൽ പോയി. നമ്മളിവിടെ പോകുന്ന സമയത്ത് കയ്യിലൊരു പ്ലാസ്റ്റിക് ബാഗൊക്കെ വെച്ചിരിക്കണം, നനഞ്ഞ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. വേവിലൊക്കെ കുറേ നേരം കളിച്ച് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മറ്റുള്ള റൈഡിലൊക്കെ കയറാനായിട്ട് പോയി. ബോട്ടിങ്, സിപ്പ് ലൈൻ, ഫാമിലി പൂൾ ഇതിലൊന്നും ഞങ്ങളെടുത്ത ടിക്കറ്റിൽ കയറാൻ പറ്റില്ല. അതിനൊക്കെ പ്രത്യേകം ചാർജസാണ്. മുകളിൽ റോപ്പിലൂടെ സൈക്കിൾ ഓടിക്കുന്ന റൈഡ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ ടിക്കറ്റ് കൊണ്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ സമയമില്ലായിരുന്നു, മാത്രമല്ല ധൈര്യവും വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിട്ടു. ഇവിടെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ അവൈലബിൾ ആണ്. സ്നാക്സ് ആണ് കൂടുതലും കിട്ടുന്നത്. വെറൈറ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ സ്നാക്സ് ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചു, ചായയും കുടിച്ചു. അതിനടുത്ത് തന്നെ കുറേ റൈഡ് ഉണ്ടായിരുന്നു. ഏട്ടനും മക്കളും മിക്കവാറും എല്ലാത്തിലും കയറി. എനിക്ക് ചെറിയൊരു തലകറക്കം ഉണ്ടായതുകൊണ്ട് കറങ്ങുന്ന ഒന്നിലും കയറാൻ പറ്റിയില്ല. മക്കൾക്ക് പിന്നെ ഇവിടുന്ന് പൊട്ടറ്റോ റിങ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ജെയിൻറ്റ് വീൽ ഉണ്ടായിരുന്നു കേട്ടോ. കാസർഗോഡ് ഫെസ്റ്റിന് പോയപ്പം ഇതിലും വലിയ ജെയിൻറ്റ് വീലിൽ കയറിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ഇതൊരു പാർക്ക് എന്നതിലുപരി ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ്. ഈ ലൈറ്റൊക്കെ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ നേരം ഇവിടെ വന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല വൈബാണ്. ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. അത് പാർക്കിൽ കുറേ ഏരിയയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി വരും. അതിനകത്ത് ഞങ്ങൾ എല്ലാവരും കയറി. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, പേടിപ്പിക്കുന്ന ഒരു കേവ്. അതിലും ഞങ്ങൾ കയറി. മക്കൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുമ്പം തന്നെ നമുക്ക് പേടിയാവും. അത് കഴിഞ്ഞിട്ട് റോളർ കോസ്റ്റർ റൈഡിൻ്റെ ഒരു 3D ഷോ ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
കുറേ നാളിന് ശേഷം ഞങ്ങൾ അടിച്ചു പൊളിച്ച ദിവസമായിരുന്നു. ഇവിടുന്ന് തിരിച്ചു പോകാൻ മനസ്സ് വരുന്നേയില്ല. മക്കൾക്കാണെങ്കിൽ കളിച്ച് മതിയായിട്ട് കൂടിയില്ല. ഇനി അടുത്ത ഔട്ടിങ്ങിന് ഇവിടേക്ക് തന്നെ വരണമെന്നാണ് വിചാരിക്കുന്നത്. കാസർഗോഡ് കണ്ണൂരൊക്കെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വന്ന് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഓൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വീലാൻഡ്. കുട്ടികളൊക്കെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.